നമ്മൾ പറയാൻ പോകുന്നത് സെറ്റ് തിയറിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണ് സെറ്റ് എന്ന് പറയാം? സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിമൈൻഡ് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് കോൾഡ് എലമെൻറ്റ്സ് ഓർ മെമ്പേഴ്സ്. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. A = 1 2 3 ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് അല്ലേ. അതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഈ 1 2 3 എന്ന് പറയുന്നത് ഈ എ എന്ന സെറ്റിൻ്റെ എലമെൻറ്റ്സ് ആണ് ഈ 1 2 3 എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. B = AEIOU. അതും ഒരു സെറ്റാണ് അല്ലേ. ഈ സെറ്റിന് ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് സെറ്റ് നമ്മൾ എഴുതുക കേട്ടോ. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആണ്. വെൽ ഡിഫൈൻഡ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. ഇനി ടൈപ്സ് ഓഫ് സെറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയാം. ആ സെറ്റിൻ്റെ ഉള്ളിൽ ഒറ്റ എലമെൻറ്റ്സ് പോലും ഉണ്ടാവില്ല. പിന്നെ ഫിനിറ്റ് സെറ്റ് അതെന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് സെറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിൽ എ സെറ്റ് വിത്ത് എ ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഇതിൻ്റെ ഉള്ളിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. കണ്ടോ, A = 2 4 6 8 എന്ന് പറഞ്ഞൊരു സെറ്റായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് എലമെൻറ്റ്സ് ഉണ്ടാവും. കണ്ടോ, 1 2 3 4 എന്ന് പറഞ്ഞാൽ ഡോട്ട് ഇട്ടത് എന്തൊക്കെയും അൺലിമിറ്റഡ് എന്നാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് സിംഗിൾട്ടൺ സെറ്റാണ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന സിംഗിളായിട്ട് ഒറ്റ എലമെൻ്റ് ഉള്ള സെറ്റായിരിക്കും സിംഗിൾട്ടൺ സെറ്റ്. അതിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു 5 കൊടുത്താണ്ടില്ലേ, അതാണ് അതിൻ്റെ എക്സാമ്പിൾ കേട്ടോ. ഇനി സബ്സെറ്റും സൂപ്പർ സെറ്റും. സെറ്റ് തിയറിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് സബ്സെറ്റും സൂപ്പർ സെറ്റും എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് ആദ്യം അത് പറയാം. A = 1 2 കണ്ടില്ലേ, B 1 2 3 എന്ന് പറഞ്ഞാൽ എവരി എലമെൻറ്റ് ഓഫ് എ ഈസ് ആൾസോ ഇൻ ബി ആണല്ലോ. എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ട് എന്ന് പറയുന്നതാണ് സബ്സെറ്റ്. അപ്പോൾ അത് തന്നെയാണ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത്. ബിയിൽ എൻ്റെ എല്ലാ എലമെൻറ്റും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂപ്പർ സെറ്റ്. അതുകൊണ്ട് നോക്കിക്കോ, സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ട്, അതിൽ കൂടുതലും ഉണ്ട്. അപ്പോൾ അതാണ് സബ്സെറ്റ്. സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ ബിയിൽ എൻ്റെ എല്ലാ എലമെൻറ്റും ബിയിലുണ്ട് എന്നുള്ളതാണ് സൂപ്പർ സെറ്റ്. ഇനി സെറ്റ് ഓപ്പറേഷൻസ് ആണ് പറയാൻ പോകുന്നത്. യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ് ആഡ് ചെയ്യണേനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഓൾ എലിമെൻറ്റ്സ് ഫ്രം ബോത്ത് സെറ്റ് A യൂണിയൻ B. ഇപ്പോൾ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. A = 1 2 3 B = 3 4 5. അടിയിൽ നോക്കിക്കോളി കേട്ടോ. അപ്പോൾ A യൂണിയൻ B എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി പറഞ്ഞാൽ 1 2 3 4 2 3 ഉണ്ടായതുകൊണ്ട് 1 എഴുതിയാൽ മതി കേട്ടോ. രണ്ടിലും 3 ഉള്ളത് കോമൺ ആയിട്ടൊരു 3 എഴുതാം. 1 2 3 4 5 രണ്ടത്തും എലമെൻറ്റ്സ് എഴുതി കൊടുക്കാം. പിന്നെ A ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലുള്ള കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ്, രണ്ടിലുള്ള എലമെൻറ്റ്. അപ്പോൾ A ഇൻ്റർസെക്ഷൻ B എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 3 മാത്രമേ ഉള്ളൂ. ഇനി ഡിഫറൻസ് ആണ്. എലമെൻറ്റ്സ് ഇൻ A ബട്ട് നോട്ട് ഇൻ B. A - B എന്ന് പറഞ്ഞാൽ സാധാ പോലെ തന്നെ A എന്ന് എന്ത് ചെയ്യുക, ബീനെ മൈനസ് ചെയ്യുന്ന രീതിയിൽ. അപ്പം എയിലുള്ളതും ബിയിലില്ലാത്തതും. എയിൽ 1 ഉണ്ട്, ബിയിലുണ്ടോ ഇല്ല, അപ്പോൾ 1 കൊടുക്കുക. 2 എയിലുണ്ട്, ബിയിലുണ്ടോ ഇല്ല, അപ്പോൾ 2 കൊടുക്കുക. 3 എയിൽ ഉണ്ട്, ബിയിലുണ്ട്, അപ്പോൾ -ആയി. അപ്പോൾ എയിൽ